Hello students, welcome back to my channel. How are you all? Hopefully you are fine. So let's discuss NCERT class 8.2 geographic lesson English written by Zulfikar Ghose. അപ്പോൾ Zulfikar Ghoseൻ്റെ ഒരു പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയത്തിൻ്റെ പേരാണ് ജോഗ്രഫി ലെസൺ. Here goes the poem. Can you imagine what your city would look like if you saw it from 10,000 feet above the ground? അപ്പോൾ നിങ്ങൾ ഒരു 100 ഫീറ്റ് എബവ് ദ ഗ്രൗണ്ട് അല്ലേ, ഗ്രൗണ്ടിന് ഒരു വലിയൊരു എന്തെങ്കിലും വിമാനത്തിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ നിൽക്കുന്നിട്ട് ഒരു 1000 ഫീറ്റ് എബവ് നോക്കുമ്പോൾ നിങ്ങളുടെ സിറ്റിയുടെ ലുക്ക് എങ്ങനെയായിരിക്കും? നീറ്റ്ലി പ്ലാൻഡ് ആൻഡ് പെർഫെക്റ്റ് ഇൻ പ്രപ്പോർഷൻ ലൈക്ക് എ ജോമെട്രിക് design, it would strike you as something very different from what it actually is while you are in thick of it. അല്ലേ, അതായത് അപ്പോൾ നമുക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജോമെട്രിക് ഡിസൈനിലാണെന്ന് നമുക്കത് അപ്പോഴായിരിക്കും മനസ്സിലാവും അല്ലേ. നീറ്റ്ലി പ്ലാൻഡ് ആൻഡ് പെർഫെക്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ലൈക്ക് എ ജോമെട്രിക് ഡിസൈൻ. ചില സമയത്ത് ഇതെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, അതായത് അത് ഒറിജിനലി അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ദൂരത്ത് നോക്കുമ്പോൾ അത് വേറെ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. Here is a poet's description of such a view of the city and some questions that come to his mind. അപ്പോൾ ഇതൊരു സിറ്റീനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അതിന് ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില ക്വസ്റ്റ്യൻസൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. When the jet sprang into the sky, it was clear why the city had developed the way it had, seeing it scaled 6 inches to the mile. അതായത് ഈ ജെറ്റ്, അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജെറ്റ് എന്ത് ചെയ്തു, സ്പ്രാങ് ചെയ്യുന്നുണ്ട്, തെറിക്കുന്നുണ്ട്. എങ്ങോട്ട്? ഒരു സ്കൈയിലേക്ക് തെറിക്കണം, ഈ സ്കൈയിലേക്ക് പോവുകയാണ്. ദ ജെറ്റ് സ്പ്രാങ് ഇൻ ടു ദ സ്കൈ. അപ്പോൾ അവിടുന്ന് ഇത് ക്ലിയർ ആണ് എന്തുകൊണ്ടാണ് സിറ്റി ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ളത്, ഈ രീതിയിൽ എങ്ങനെയാണ് സിറ്റി ഡെവലപ്ഡ് ആയിട്ടുള്ളത് അവിടുന്ന് നമുക്ക് മനസ്സിലാവാം. എവിടുന്ന്? ഇറ്റ് സ്കെയിൽഡ്, അതായത് ഇറ്റ് മെഷേർഡ്. സ്കെയിൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മെഷേഴ്സ് 6 inches to the mile അല്ലേ, അതായത് 6 ഇഞ്ചസോളം മുകളിലാണ് നമ്മുടെ ജെറ്റ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും എങ്ങനെയാണ് ഈ സിറ്റി ഈ ഒരു രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 4 സ്റ്റാൻസയിൽ നിന്നുള്ള ഒരാശയം. So coming up to the next stanza, there seemed an inevitability about what on ground had looked haphazard, unplanned and without style when the jet sprang into the sky. അതായത് ഇത് ഇന്നെവിറ്റബിൾ ആണല്ലേ, അതായത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലേ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇൻഎവിറ്റബിൾ എന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ബി അവോയ്ഡഡ്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. എബൌട്ട് ഓൺ വാട്ട് ഓൺ ദ ഗ്രൗണ്ട്. വാട്ട് ഓൺ ദ ഗ്രൗണ്ട് ഉദ്ദേശിച്ചത് വാട്ട് ഓൺ എർത്ത്. ഗ്രൗണ്ട് എന്തുകൊണ്ട് ഈ സ്റ്റാൻസിൽ മനസ്സിലാക്കുന്നത് നമുക്ക് എർത്ത് എന്നുള്ളതാണ്. ഹാഡ് ലുക്ക്ഡ് ഹഫസാർഡ്, അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ എർത്തിനെ ഹഫസാർഡായിട്ട് കാണാൻ പറ്റുന്നത്, അതായത് ഒരു ഓറിയൻറ്റേഷൻ ഒന്നും ഇല്ലാതെ, ഒരു ഓർഡറൊന്നും ഇല്ലാതെ എന്തുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. അൺപ്ലാൻഡ് ആൻഡ് വിത്തൗട്ട് സ്റ്റൈൽ, അവിടെ നോക്കുമ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു സ്റ്റൈലും ഇല്ലാതെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. when the jet sprang into the sky, പിന്നെ പറയാണ് jet sprang into the sky. When the jet reached 10,000 feet, it was clear why the country had cities where the rivers can and why the valleys are populated. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6 ഇഞ്ചസിൽ കാണുമ്പോൾ നമ്മുടെ പോയിന്റിന് എന്താ മനസ്സിലാക്കിയത്, അതായത് എന്തുകൊണ്ടാണ് ഈ സിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ ജെറ്റ് എവിടെ എത്തിയിട്ടുണ്ട്? 10,000 ഫീറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോയിന്റിന് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ why the country had cities where the rivers ran and why the valleys are populated. അപ്പോൾ എന്താണ് നമ്മുടെ സിറ്റീസിനകത്ത് ഇങ്ങനെ പുഴകൾ ഒഴുകുന്നതും റിവേഴ്സ് ഒഴുകുന്നതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വാലീസൊക്കെ അല്ലേ, വാലീസൊക്കെ എന്താണ് പോപ്പുലേറ്റഡ് ആവാൻ കാരണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് 10,000 ഫീറ്റിൽ നമ്മുടെ ജെറ്റ് എത്തിയപ്പോൾ മനസ്സിലായത്. why the country had cities where the rivers ran, and the cities എന്തുകൊണ്ട് റിവേഴ്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വാലീസ് ഇത്രയും പോപ്പുലേറ്റഡ് ആയി എന്ന് അദ്ദേഹത്തിന് 10,000 ഫീറ്റിലെത്തിയപ്പോഴേക്കും മനസ്സിലായത്. The logic of geography, that land and water attracted man, was clearly delineated when the jet reached 10,000 feet. അപ്പോൾ ഏകദേശം ഈ ലോജിക് ഓഫ് ജോഗ്രഫിയുടെ ഒരു ലോജിക് എന്നുള്ളത് എന്താണ്, അതായത് വെള്ളവും ഈ പറയുന്ന ലാൻഡും
എങ്ങനെയാണ് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്തത് അത് നമുക്ക് നല്ല രീതിയിൽ ഇറ്റ് ഈസ് ഷോൺ അല്ലേ, ഇറ്റ് ഈസ് ക്ലിയർലി ഡീലീനിയേറ്റഡ് മീൻസ് ഇറ്റ് ഈസ് ക്ലിയർലി ഷോൺ. എപ്പോൾ നമ്മുടെ ജെറ്റ് 10,000 ഫീറ്റിലെത്തിയപ്പോൾ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ ലോജിക് ഓഫ് ജോഗ്രഫി എന്താണെന്നും, അതായത് ലാൻഡും വാട്ടറും എങ്ങനെയാണ് മനുഷ്യനെ അട്രാക്റ്റ് ആയതും അത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. എപ്പോൾ നമ്മുടെ ജെറ്റ് 10,000 ഫീറ്റിലേക്ക് എത്തിയപ്പോൾ. When the jet rose 6 miles high, it was clear the earth was round and that it had more sea than land. അപ്പോൾ ഏകദേശം നമ്മുടെ 6 മൈൽ മുകളിലേക്ക് നമ്മൾ ജെറ്റ് എത്തിയപ്പോൾ ഇത് നല്ലത് മനസ്സിലായിട്ടുണ്ട്. എന്താണ് നമ്മുടെ എർത്ത് ഉരുണ്ടതാണെന്നും അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതലും സീ ആണ്, അതായത് ലാൻഡിനെക്കാളും കൂടുതൽ കടലുകൾ സീ ആണെന്ന് നമുക്ക് നമ്മുടെ പോയിന്റിന് ഏകദേശം 6 മൈൽ എബോവിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. So, but it was difficult to understand that men on earth found causes to hate each other, to build walls across cities and to kill, and from that height it was not clear why. അപ്പോൾ നമ്മുടെ പോയിന്റിന് ഇത്രയും നേരം മനസ്സിലായത് എങ്ങനെയാണ് ഈ സിറ്റി ഡെവലപ്ഡ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നമ്മുടെ റിവേഴ്സ് സിറ്റീസിൽ ഇങ്ങനെ ഒഴുകുന്നത്, എന്തുകൊണ്ട് വാലീസ് പോപ്പുലേറ്റഡ് ആയി, അതുപോലെ തന്നെ എങ്ങനെയാണ് ലോജിക് ഓഫ് ജോഗ്രഫി ഉണ്ടായത്, അതായത് ലാൻഡും വാട്ടറും എങ്ങനെയാണ് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ എർത്ത് ഉരുണ്ടതാണെന്നും അതുപോലെ തന്നെ സീ ആണ് എർത്തിൽ കൂടുതലും ലാൻഡിനേക്കാളും കൂടുതലുള്ളതൊക്കെ നമ്മുടെ ജെറ്റിൽ നിന്ന് പോയിന്റിന് മനസ്സിലായി. പക്ഷേ പോയിന്റിന് ഒരു കാര്യം പിടികിട്ടിയില്ല, അതായത് എന്തായിരുന്നു അത്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെൻ ഓൺ എർത്ത് ഫൗണ്ട് കോസ് ടു ഹേറ്റ് ഈച്ച് അതർ. എന്തുകൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യന്മാർ പരസ്പരം വെറുക്കുന്നത്, ഹേറ്റ് ഈച്ച് അതർ, വൈ ദേ ആർ ഹാവിങ് ഹേറ്റ്രഡ് ടുവേർഡ്സ് ഈച്ച് അതർ, എന്തുകൊണ്ടാണ് പരസ്പരം അവർ വെറുക്കുന്നത്. ടു ബിൽഡ് വാൾസ് അക്രോസ് സിറ്റീസ് ആൻഡ് ടു കിൽ, ഓരോരോ സിറ്റീസിൻ്റെ അപ്പുറത്തും ഒക്കെ ഓരോ ബോർഡേഴ്സായിട്ട് ഇങ്ങനെ ഓരോ വാളുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പരസ്പരം അവർ തമ്മിലടിക്കുന്നു, കൊല്ലുന്നു. ആ ഒരു ഹൈറ്റിൽ ഇതൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ പോയിന്റിന് വ്യക്തമായി. പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ തമ്മിൽ ഇങ്ങനെ വെറുക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സിറ്റീസൊക്കെ ഇങ്ങനെ അവർ സിറ്റീസിൻ്റെ അക്രോസ് ആയിട്ട് ഇങ്ങനെ ഓരോ വാൾസ് നിർമ്മിക്കുന്നതും എന്തുകൊണ്ട് അവർ പരസ്പരം കൊല്ലുന്നതും എന്നൊക്കെ അതൊന്നും മനസ്സിലായില്ല. ഈ ഒരു ഹൈറ്റിൽ ഇതൊന്നും അത്ര വ്യക്തമല്ലായിരുന്നു. ഇത് നല്ലൊരു പോയാണ്. ഇത് എഴുതിയിരിക്കുന്നത് സുൽഫിക്കർ ഘോസാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. Question number 1. Find 3 or 4 phrases in stanzas 1 and 2 which are likely to occur in a geography lesson. Geography lesson കാണത്തക്ക രീതിയിലുള്ള 2 അല്ലെങ്കിൽ 3 4 ഫ്രേസസ് എന്താണ് ഈ സ്റ്റാൻസയിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഈസ് ദാറ്റ് സ്കെയിൽഡ് 6 inches to the mine, valleys were populated, land and water attracted man. ഈ 3 സെൻറ്റൻസുകളാണ് ജോഗ്രഫി ലെസണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ സ്റ്റാൻസയിൽ കാണുന്ന 3 ഫ്രേസസ്. So question number 2. Seeing from the window of an aeroplane, the city appears. അപ്പോൾ ഒരു എയ്റോപ്ലെയിനിൻ്റെ വിൻഡോനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ സിറ്റി എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ 3 ഉണ്ട്, അതിൻ്റെ കറക്റ്റ് ആൻസർ പറയണം. ആസ് ഹെഫസാഡ് ആസ് ഓൺ ദ ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ടിൽ ഹെഫസാഡ് ആയിട്ട് ഒരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്, എർത്തിലിങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ നിൽക്കുകയാണ്. ആസ് നീറ്റ് ആസ് എ മാപ്പ്, ഒരു മാപ്പ് പോലെ നീറ്റാണ്. ആസ് ഡെവലപ്ഡ് ആസ് നെസസറി. മാർക്ക് ദ റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ആസ് ഡെവലപ്ഡ് ആസ് നെസസറി. അങ്ങനെയാണ് നമ്മുടെ സിറ്റീൻ്റെ അവിടെ എയ്റോപ്ലെയിൻ നോക്കുമ്പോൾ ഇത് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ലോജിക് ഓഫ് ജോഗ്രഫി? ലോജിക് ഓഫ് ജോഗ്രഫിയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ദർ ആർ സിറ്റീസ് വെർ ദർ ആർ റിവേഴ്സ്. സിറ്റീസ് അപ്പിയേഴ്സ് ആസ് ദർ ആർ നോട്ട് ഫ്രം 6 miles above the ground. It is easy to understand why the valleys are populated. It is difficult to understand why humans hate and kill each other. And the earth is round and it has more sea than land. അപ്പോൾ ഇതിൽ ഏതാണ് ലോജിക് ഓഫ് ജോഗ്രഫീൻ്റെ എക്സാമ്പിൾസ് എന്നാണ് പറയുന്നത്? ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ലോജിക് ഓഫ് ജോഗ്രഫിയുടെ എക്സാമ്പിൾസ്? സോ ദ ആൻസേഴ്സ് ആർ 1, 3 and 4. ദാറ്റ് ആർ ഫസ്റ്റ് വൺ, there are cities where there are rivers. It is easy to understand why valleys are populated. It is difficult to understand why humans hate and kill each other. ഈ സെൻറ്റൻസ് ഒക്കെയാണ് ലോജിക് ഓഫ് ജോഗ്രഫിയുടെ എക്സാമ്പിൾസ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ number 4. Mention
two things that are clear from the height. First one, clear from the height. ആ ഒരു ഹൈറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ഇറ്റ് ഹാസ് മോർ സീ ദാൻ ലാൻഡ്. ഭൂമി ഉരുണ്ടതാണെന്നും അതുപോലെ തന്നെ അതിന് ഏറ്റവും കൂടുതൽ സീ പോർഷനാണ് ലാൻഡിനെക്കാളും എന്നുള്ളതാണ് ആ ഒരു ഹൈറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സെക്കൻഡ് വൺ ഈസ് ദാറ്റ് നോട്ട് ക്ലിയർ ഫ്രം ദ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് പോയിന്റിന് ക്ലിയർ ആവാത്ത കാര്യം എന്താണെന്നാണ്. അതായത് വൈ മെൻ ഹെയ്റ്റ് ഈച്ച് അതർ ആൻഡ് ബിൽഡ് വാൾസ് അക്രോസ് ദ സിറ്റീസ്. അതായത് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം വെറുക്കുന്നതും കില്ല് ചെയ്യുന്നതും, എന്തുകൊണ്ടാണ് അവർ സിറ്റീസിൻ്റെ അക്രോസ് ആയിട്ട് ഇങ്ങനെ വലിയ വലിയ മതിലുകൾ പണിയുന്നത് എന്താണെന്നാണ് പോയിന്റിൻ്റെ ഹൈറ്റിൽ നിന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ. ഹോപ്പ്ഫുള്ളി യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവറി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.